ഹായ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ് അല്ലേ? ഈ യാത്രയിലുടനീളം നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് കുറെ സ്വപ്നങ്ങളുണ്ട്, നമുക്ക് കുറെ ലക്ഷ്യങ്ങളുണ്ട് അല്ലേ? ആ സ്വപ്നങ്ങളിലേക്കും ആ ലക്ഷ്യങ്ങളിലേക്കും എത്താനായിട്ട് നമ്മൾ നിരന്തരം ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ശരിയല്ലേ? ഈ യാത്രയിലുടനീളം നമ്മൾ പല തരത്തിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ആവുന്നുണ്ട് അല്ലേ? ചിലര് നമ്മുടെ സുഹൃത്തുക്കളാകാം. ചിലരെ നമ്മുടെ തന്നെ ഒരു മാതൃകയാക്കി നമ്മൾ മാറ്റാറുണ്ട്. ചിലര് നമുക്ക് വേണ്ടപ്പെട്ടവരാകാറുണ്ട്. മറ്റു ചിലരാണെങ്കിലോ നമ്മുടെ ശത്രുക്കളാകും. ചിലർ നമ്മളെ പരീക്ഷണത്തിലേക്ക് നയിച്ചേക്കാം. ചിലരെ നമുക്ക് ജീവിത വിജയത്തിനുള്ള ഒരു വഴികാട്ടിയായി മാറിയേക്കാം. ചില ആൾക്കാർ നമുക്ക് നമ്മുടെ കൂടെ നമ്മളെ കൂടെ തന്നെ അവര് നിർത്താറുണ്ട് അല്ലെ? ചില ആൾക്കാര് നമ്മൾ വളരെയധികം കണ്ണുമടച്ചുകൊണ്ട് വളരെയധികം വിശ്വസിക്കാറുണ്ട് അല്ലെ? നമ്മൾ വിചാരിക്കും അവര് നമുക്ക് എല്ലാമാണ്, അവര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് എളുപ്പമായി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരേ ഒരു കാര്യമാണ് ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത്, ആരോടൊക്കെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം, ആരോടൊക്കെ സഹായം ചോദിക്കണം, ആരിൽ നിന്നൊക്കെ നമുക്ക് സഹായം കിട്ടും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചിലര് നമ്മളെ കൂടെ നിർത്തും അവരുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്. അവരുടെ പാത ശരിക്കും സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ നമ്മളെ കൂടെ നിർത്താറുണ്ട് അല്ലെ? എന്തിനാ ഞാൻ ഇത് പറഞ്ഞു തരുന്നതെന്ന് അറിയോ? നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതായത് ആരെയാണ് നമ്മളെ കൂടെ നിർത്തേണ്ടത്, ആരെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് പറ്റുന്നത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ വിജയം ആഗ്രഹിക്കുന്നത് ആരാണ്? ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം. ജീവിതത്തിലെ പല സിറ്റുവേഷനിൽ കൂടിയും നമ്മൾ കടന്നു പോകാറുണ്ട് അല്ലെ? ചിലപ്പോൾ നമ്മൾ തന്നെ അവിടെ സ്റ്റക്കായി പോകാറുണ്ട്. എന്ത് ഡിസിഷൻ എടുക്കണം, എന്താണ് മുന്നോട്ട് ഇനി ചെയ്യേണ്ടത് എന്നറിയാതെ നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാറുണ്ട് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ചുറ്റും നമ്മൾ ചൂസ് ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു അവബോധം നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ കൂടുതൽ കരുത്താർജിക്കുന്നത്. നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള പാത എളുപ്പമായി കിട്ടുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ്. ആരെയും പ്രതീക്ഷിക്കേണ്ട, ഒന്നും പ്രതീക്ഷിക്കേണ്ട. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഉറച്ച ഒരു വിശ്വാസം, നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾ മുന്നേറണം, നിങ്ങൾ കരുത്താർജിക്കണം, ശക്തി ആർജിക്കണം എന്നുള്ള ഒരു അചഞ്ചലമായ വിശ്വാസം നിങ്ങളിൽ തന്നെ ഊട്ടിയുറപ്പിക്കുക. നിങ്ങളുടെ ഡ്രീമുകളും നിങ്ങളുടെ ആഗ്രഹങ്ങളും ഒക്കെ സഫലമാകാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിക്കാനുള്ളത് നിങ്ങൾ തന്നെയാണ് നിങ്ങളെ പുഷ് ചെയ്യാനുള്ളത്. ആ ഒരു അവബോധം നിങ്ങളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. താങ്ക് യു.